ഹലോ, ഞാൻ ഡോക്ടർ സോനി വർഗീസ്. ഞാൻ ഇവിടെ എൻ്റെ ലൈഫിൽ ഇത്രയും കാലം ജീവിച്ച എൻ്റെ ലൈഫിൽ ചില പേഴ്സണൽ ടിപ്സ് ഇവിടെ ഷെയർ ചെയ്യാൻ പോവാണ്. ഈ 3 ടിപ്സ് നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ കുറേ ചേഞ്ചസ് വരാം. സോ ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഡ്രസ്സസ് സെലക്ട് ചെയ്യാൻ ഷോപ്പിങ്ങിന് പോകില്ലേ? ഐ എം നോട്ട് ടെലിങ് യു ടു ബൈ എക്സ്പെൻസീവ് ഡ്രസ്സസ്, അങ്ങനെയൊന്നുമല്ല. നിങ്ങളൊരു നോർമൽ സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് വേണ്ടി പോയാൽ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഡ്രസ്സസ് ഇങ്ങനത്തെ മോണോക്രോം ഡ്രസ്സസ് ആയിരിക്കണം. കളേഴ്സ് ഇഫ് ദേ ആർ മോർ ഓഫ് മോണോക്രോം, നിങ്ങൾക്ക് അത് ഇടുമ്പോൾ ഇറ്റ് വുഡ് ബി മോർ ബെറ്റർ ഫോർ യുവർ സ്റ്റൈലിംഗ്. സോ നിങ്ങൾക്ക് അറിയാലോ, സോ ഹൗ വി ഡ്രസ് പീപ്പിൾ പെർസീവ് അസ് ദ വേ ഇറ്റ് ഈസ്. സോ ഡ്രസ്സിംഗ് സെൻസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ വൺസ് ലൈഫ്. യു ഓൾ നോ ദാറ്റ്, റൈറ്റ്? സോ നെക്സ്റ്റ് ടൈം വെൻ യു ഗോ ഔട്ട് ഫോർ ഷോപ്പിംഗ്, എപ്പോഴും മൈൻഡിൽ ഒരു തിങ് വെക്കുക. ചൂസ് ലൈക്ക് പേസ്റ്റൽ കളേഴ്സ്, classic colors, English colors more, which would suit your personality. Adu vechu poya, like compared to more of heavily printed or heavily designed, I mean those are good for certain occasions, but daily wear അത് അവോയ്ഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ സ്റ്റൈലിങ്ങിന്, നിങ്ങളുടെ പേഴ്സണാലിറ്റിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഡെയിലി വെയറിന് അവോയ്ഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു പെർഫ്യൂം യൂസ് ചെയ്യുമ്പോൾ അത് എപ്പോഴും ചേഞ്ച് ചെയ്യരുത്. ദാറ്റ് പെർഫ്യൂം ഷുഡ് ബി യുവർ സിഗ്നേച്ചർ സ്മെൽ. ലൈക്ക് നിങ്ങൾ എവിടെ പോയാലും ആ ഒരു പെർഫ്യൂമിൻ്റെ സ്മെൽ ആരെങ്കിലും കേട്ടാൽ അവർക്ക് നിങ്ങളുടെ ഓർമ്മ വരണം. അതാണ് ഇൻറ്റൻഷൻ, ടു യൂസ് ദ സെയിം പെർഫ്യൂം. അപ്പോൾ ഏത് പെർഫ്യൂം ആണെങ്കിലും യു ക്യാൻ ബൈ ഫ്രം ദ മാർക്കറ്റ് വാട്ട് എവർ ഇസ് ഗുഡ് അക്കോർഡിംഗ് ടു യു, വാട്ട് എവർ സൂട്ട്സ് യുവർ സ്റ്റൈൽ, യുവർ സ്മെൽ, യുവർ ടോൺ, എവറിഥിങ്. But make sure that you do not change that perfume, okay? ഞാനൊരു എക്സാമ്പിൾ പറയാം. സപ്പോസ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ എപ്പോഴും ഫ്ലോറൽ ടോണിന്റെ പെർഫ്യൂമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവളുടെ ആ ഒരു സെയിം ഫ്ലോറൽ ടോൺ ഞാൻ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയാൽ, ഇഫ് സപ്പോസ് ഇറ്റ്സ് എ മ്യൂച്വൽ ഫ്രണ്ട്സ് ബർത്ത്ഡേ ഓർ സംതിങ്, ഇഫ് ഐ സ്മെൽ ദാറ്റ്, ആ ഒരു സെന്റ്, ആ ഒരു സെയിം സ്മെല്ല് എനിക്ക് ആ റൂമിൽ കിട്ടിയാൽ, ഐ വിൽ റിമെമ്പർ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ അവളെ പോയി സെർച്ച് ചെയ്യും അവിടെ അവൾ വന്നിട്ടുണ്ടോ എന്ന്. സോ ഇവിടെ എന്താ ആവുന്നത്, അവള് ആ ഒരു സെന്റും വെച്ച് അവളുടെ ഒരു സിഗ്നേച്ചർ മാർക്ക് അവിടെ വന്നു കഴിഞ്ഞു. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് സെഡ് ദാറ്റ് യു ഹാവ് ടു നോട്ട് ചേഞ്ച് യുവർ പെർഫ്യൂംസ് ഫ്രീക്വന്റ്. ലാസ്റ്റ് ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ, ഒരു പുതിയ ആളെയോ ആരെങ്കിലും മീറ്റ് ചെയ്യുമ്പോൾ, യു ഷുഡ് ഗ്രീറ്റ് ദം വിത്ത് എ വെരി ഗുഡ് സ്മൈൽ ഫസ്റ്റ്. ദെൻ യു ഹാവ് ടു ലുക്ക് അറ്റ് ദ ഐസ് ആൻഡ് ടോക്ക്. ലൈക്ക് കണ്ണിൽ നോക്കി സംസാരിക്കണം, ഇങ്ങോട്ടും അങ്ങോട്ടും നോക്കി സംസാരിച്ചാൽ ദേ മൈറ്റ് ഫീൽ ദാറ്റ് വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് in what they are talking. അങ്ങനത്തെ ഒരു ഇംപ്രഷൻ വരാൻ പാടില്ല. സോ ഓൾവേസ് ട്രൈ ടു മെയിൻറ്റെയിൻ ദാറ്റ് ഐ കോൺടാക്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഹാൻഡ് മൂവ്മെന്റ്സ് യൂസ് ചെയ്ത് കൂടുതൽ സംസാരിക്കണം. ദാറ്റ് മേക്സ് യു ഫീൽ മോർ എക്സ്പ്രസീവ്. പിന്നെ നിങ്ങളുടെ ഹാൻഡ് ലാംഗ്വേജസ് എപ്പോഴും ഓപ്പൺ ബോഡി ലാംഗ്വേജ് ആയിരിക്കണം. യു ഷുഡ് നോട്ട് മേക്ക് യുവർ ഹാൻഡ്സ് ലൈക്ക് ക്ലോസ് ലൈക്ക് ദിസ്. ഇറ്റ് ഷുഡ് നോട്ട് ബി എ ക്ലോസ്ഡ് ബോഡി ലാംഗ്വേജ് വെൻ യു ടോക്ക് ടു പീപ്പിൾ. പിന്നെ ലാസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ലൈക്ക് യു ഹാവ് ടു മെയിൻറ്റെയിൻ യുവർ കോൺഫിഡൻസ്. എവിടെ പോയാലും, ഏത് റൂമിൽ പോയാലും, യു ഹാവ് ടു സ്റ്റാൻഡ് സ്ട്രേറ്റ്, your shoulders pull back and very straight. You have to be straight looking. You should not hump or anything while you talk to people, but you have to talk with confidence and grace. ഇങ്ങനത്തെ സ്റ്റൈലിംഗ് ടിപ്സ്, പേഴ്സണാലിറ്റി ടിപ്സ്, ഗ്രൂമിംഗ് ടിപ്സ്, ഇങ്ങനത്തെ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഫോളോ ചെയ്യാം കേട്ടോ. കാരണം ഞാൻ അങ്ങനത്തെ വീഡിയോസും ടിപ്സും ഒക്കെ ആയിട്ടായിരിക്കും ഇനി ഫർദർ ആയിട്ട് വരാൻ പോകുന്നത്. സോ ഹാവ് എ ഹാപ്പി സൺഡേ ആൻഡ് ഇനിയും കാണണ്ടേ? സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്.